ഗോകുൽ അവിടെ നിന്നും ചേരുന്നുണ്ട്. കരിമ്പനക്കൽ ഹാളിൽ നിന്നും ഗോകുൽ, അന്ത്യയാത്രയ്ക്കായി ഇതാ ഒരുങ്ങി എത്തിയിരിക്കുന്നു 4 പേരും അല്ലേ? അവിടെ 4 പേരും എത്തിയിട്ടുണ്ട്. പൊതുദർശനം ആരംഭിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 2 മണിക്കൂർ ഈ കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം സമീപത്തെ ജുമാ മസ്ജിദിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. മൂർത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷം. ഇങ്ങനെ പരീക്ഷ എഴുതി ആഹ്ലാദിച്ചുകൊണ്ടാണ് ഇവർ 4 പേരും വീട്ടിലേക്ക് വന്നിരുന്നത്. നമ്മൾ ആ അപകടത്തിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് സെക്കൻഡുകൾ മാത്രം മുൻപുള്ള CCTV ദൃശ്യങ്ങൾ നമ്മൾ പങ്കുവച്ചിരുന്നു, അല്ലെങ്കിൽ പുറത്തുവിട്ടിരുന്നു. അതിൽ ഈ 4 കുട്ടികളും ആടിപ്പാടി ഉല്ലസിച്ച് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ആസ്വദിച്ച്, അല്ലെങ്കിൽ വലിയ സന്തോഷത്തോടുകൂടി വീടുകളിലേക്ക് തിരിച്ചു പോയവരാണ് ഇവർ 4 പേരും. അവരെയാണ് ഇങ്ങനെ ഒരു രംഗബോധമില്ലാത്ത കോമാളി എന്നുള്ള കണക്കെ തന്നെ മരണം അനവസരത്തിൽ വന്ന മരണം ഇവരെ തട്ടിയെടുത്തത്. പാലക്കാട് ഭാഗത്ത് നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന സിമൻറ്റ് ലോറി ഒരു മരണത്തിൻ്റെ ദൂതനായി ഇവരിലേക്ക് ആ ലോറി മറ്റൊരു ലോറിയിലിടിച്ച് നിയന്ത്രണം തെറ്റി ഇവരുടെ മേലേക്ക് മറിയുന്ന ഒരു കാഴ്ച, അത് വളരെ ദുഃഖകരമായ കാഴ്ചയാണ്. അങ്ങനെ അതൊരു കുട്ടിയുടെ അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ്. അപ്പോൾ ആ മാതാപിതാക്കൾക്കൊക്കെ ഈ ഒരു ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എത്രമാത്രം സമയമെടുക്കും, അല്ലെങ്കിൽ എത്രമാത്രം കാലമെടുക്കും എന്നുള്ളതറിയില്ല. ഏതായാലും എത്രയും പെട്ടെന്ന് അവർക്ക് അതിൽ നിന്ന് മുക്തരാകാൻ കഴിയട്ടെ, ആ അപകടത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് മുക്തരാകാൻ കഴിയട്ടെ. അറിയാം, 4 പേരുടെയും ഈ യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ കരിമ്പനക്കൽ ഹാളിൽ ആരൊക്കെയാണ് എത്തിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ജില്ലാ കളക്ടർ അടക്കമുള്ളവരവിടെ സന്നിഹിതരാണ്. MLA കാണാൻ ദൃശ്യങ്ങളിൽ ആരൊക്കെ എത്തിയിട്ടുണ്ട്? ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ കോങ്ങാട് MLAയും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു പൊതുദർശനം ഏകോപിപ്പിക്കുന്നതിൻ്റെ കാര്യങ്ങൾക്കുമായിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂറോളം ഇവിടെ പൊതുദർശനം ഉണ്ടാകും. കോങ്ങാട് MLA ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾ ഇവരെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവസാനമായി ഇവരെ ഒരു നോക്കി കാണുക, അതിനുവേണ്ടി ആണ് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ കോങ്ങാട് MLA ഇവിടെയുണ്ട്. കോങ്ങാട് MLAയോട് തന്നെ നമുക്ക് ചോദിക്കാം, എത്ര നേരമാണ് ഇവിടെ പൊതുദർശനം ഉണ്ടാവുക? അത് ക്രമീകരണമായി? തീർച്ചയായും നമ്മൾ ഇപ്പോൾ രാവിലെ 5 മണിയോടുകൂടെ തന്നെ ബോഡിയെല്ലാം ജില്ലാ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു. അതായത് വീടുകളിലെല്ലാം കൊടുത്തു. അവിടുത്തെ വീടുകളിലെ ബന്ധുക്കളും മറ്റ് അയൽവാസികൾക്കും കാണാനുള്ള അവസരം ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പം ഇവിടെ കരിമ്പനക്കൽ എന്ന് പറയുന്ന ഹാളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 8:30യോടുകൂടി എല്ലാ ബോഡിയും ഇവിടെ എത്തുകയും ഒരു 10 മണിയോടുകൂടി പൊതുദർശനം അവസാനിച്ച് തൊട്ടടുത്തുള്ള ജുമാ മസ്ജിദ് സംസ്കാരമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ മന്ത്രിമാരെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്, കളക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഉൾപ്പെടെ എല്ലാം സജ്ജമാണ്. ഉന്നതതല യോഗം അത് കഴിഞ്ഞിട്ടാണ്. അതെ, നമ്മളൊരു 11 മണിയാണ് ഇന്നലെ തീരുമാനിച്ചത്. പക്ഷേ ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ സമയം നോക്കിയിട്ട് അതനുസരിച്ചുകൊണ്ടുള്ള മാറ്റം എന്തായാലും ഒരു 12ഓടുകൂടി എന്തായാലും യോഗം ചേരും. ഇതിന് ശേഷം ഉന്നതതല യോഗം കൂടി ഉണ്ടാകും. അത് ഈ ഒരു സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം, നിലവിലിപ്പോൾ 11 മണിക്കാണ് അത് നിശ്ചയിച്ചിട്ടുള്ളത്. അതൊരു പക്ഷേ മാറ്റം വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടുത്തെ സംസ്കാര ചടങ്ങുകൾ കൂടി അനുസരിച്ചായിരിക്കും അത് ക്രമീകരിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ കോങ്ങാട് MLA ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിമാരും ഇവിടേക്ക് എത്തും എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ അവരെത്തിയേക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടക്കം ഇവിടേക്ക് വരുമെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ അവരെ ഇവിടേക്ക് എത്താനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ ഇവിടെ 10 മണി വരെ ഇവിടെ പ്രദർശനം ഉണ്ടാകും. അതിനുശേഷം ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, പ്രത്യേക പ്രാർത്ഥനകളുള്ള ദിവസമാണ്. അപ്പോൾ 12 മണിക്ക് മുൻപ് തന്നെ ഖബറടക്കം നടത്തേണ്ടതുണ്ട്. അതിനായുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പള്ളിയിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 12 മണിയോടടുപ്പിച്ച് തന്നെ മൃതദേഹം ഖബറടക്കം പൂർത്തിയാക്കണമെന്നാണ് ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളുമാണുള്ളത്. ഗോകുൽ ലൂയിസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. കരിമ്പനക്കൽ ഹാളിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ മനുഷ്യർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് പാലക്കാട് ജില്ലാ കളക്ടർ S. ചിത്ര അന്തിമോപചാരം അർപ്പിക്കുന്നതാണ്. കോങ്ങാട് MLA ശാന്തകുമാരി, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒപ്പം നിരവധി നാട്ടുകാരും അവിടെ എത്തിയിട്ടുണ്ട്. 2 മണിക്കൂറാണ് പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. ഏകദേശം 10 മണിയോടെ ഇവിടെ നിന്നും
ശരീരങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോകും. 12 മണിയോടെ സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണം എന്നാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിട്ടുള്ളത്. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധമായ ദിവസമാണ് വെള്ളിയാഴ്ച. ഇന്ന് ജുമാ നമസ്കാരത്തിന് മുൻപ് തന്നെ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കണം എന്നുള്ളത് കൊണ്ട് 12 മണിയോടെ ഇതൊക്കെ പൂർത്തിയാക്കാനുള്ള ഒരു ലക്ഷ്യത്തിലാണുള്ളത്. നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികളും സ്ഥലത്തുണ്ട്. വോളണ്ടിയർമാരുണ്ട്. ജില്ലാ കളക്ടറും കോങ്ങാട് MLAയും സ്ഥലത്തുണ്ട്. ഒപ്പം റവന്യൂ ഉദ്യോഗസ്ഥരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ട്. മന്ത്രിമാരടക്കമുള്ളവർ ഇപ്പോൾ തന്നെ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് MLA നേരത്തെ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തത്.